ഭിന്നശേഷി സൗഹൃദ സാങ്കേതിക വിദ്യകൾക്ക് പുത്തനുണർവേകി സ്ട്രൈഡ് ഇന്നൊവേഷൻ സമ്മിറ്റ് കൊച്ചി ഷെറട്ടൺ ഹോട്ടലിൽ നടന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ സംഘടിപ്പിച്ച സമ്മിറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലൂസീവ് ഡിസൈൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും പ്രാദേശിക നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഭിന്നശേഷി സൗഹൃദപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ഭിന്നശേഷി വിഭാഗങ്ങൾക്കും സാങ്കേതികത വിദൂരമല്ല എന്ന് തെളിയിക്കുകയാണ് സമ്മിറ്റ് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി എടുക്കുക എന്നുള്ളത് അത് നല്ല ഒരു എല്ലാവരും ചേർന്ന് നടത്തേണ്ട ഒരു എഫർട്ടാണ്, ഒരു പരിശ്രമമാണ് എന്ന് ആദ്യമേ പറയട്ടെ. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻക്ലൂസീവ് ഇന്നൊവേഷൻ ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് സമ്മിറ്റ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആരംഭിച്ചിട്ടുള്ള സ്ട്രൈഡ് ഇൻക്ലൂസീവ് ഇന്നൊവേഷൻ സമ്മിറ്റ് അതിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻക്ലൂസീവ് ഇന്നൊവേറ്റീവ് കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് സ്ട്രൈഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കേഡിസ്കിന്റെ സാമൂഹിക സംരംഭകത്വ വിഭാഗത്തിന് കീഴിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് സ്ട്രൈഡ്. ഓരോ പൗരനും അന്തസ്സോടും സ്വയം പര്യാപ്തതയോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പോലുള്ള സാമൂഹിക സംഘടനകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് വ്യക്തികളുടെ കഴിവും സാമൂഹിക സാഹചര്യങ്ങളും സാങ്കേതിക പിന്തുണയും സമന്വയിപ്പിക്കുന്ന ഒരു സുസ്ഥിര ആവാസ വ്യവസ്ഥയാണ് സ്ട്രൈഡ്സ് വിഭാവനം ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ഏറ്റവും മികച്ച നൂതനാശയങ്ങൾ അവതരിപ്പിച്ച കോളേജുകൾക്ക് പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. IEEE കേരള സെക്ഷൻ, കുടുംബശ്രീ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.